എറണാകുളം ഉദയംപേരൂരിൽ പെട്രോൾ പമ്പിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. വള്ളങ്ങളിൽ നിറയ്ക്കാൻ ഒരാഴ്ചയായി കുപ്പിയിൽ പെട്രോൾ നൽകുന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വള്ളങ്ങൾ പമ്പിൽ എത്തിച്ച് പ്രതിഷേധിക്കുകയാണ്. ID കാർഡുമായി എത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കുപ്പിയിൽ പെട്രോൾ നൽകാമെന്ന ധാരണയിൽ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, എത്ര നേരം ഈ പ്രതിഷേധം തുടർന്നു? സ്മൃതി, 1.5 മണിക്കൂർ നീണ്ട പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് 11 മണിക്ക് ശേഷമാണ് അവർ ഉദയംപേരൂരിലെ 2 പമ്പുകളിലേക്ക് ഇത്തരത്തിൽ വള്ളങ്ങളുമായി എത്തിയത്. നേരത്തെ അവർക്ക് ഈ പെട്രോൾ കുപ്പിയിൽ നൽകിയിരുന്നതാണ്. പക്ഷേ IOCയുടെ പുതിയ നിയമപ്രകാരം കുപ്പിയിലോ ക്യാനിലോ ഒന്നും തന്നെ പെട്രോൾ നൽകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് പമ്പ് ഉടമകളുമായി മത്സ്യത്തൊഴിലാളികൾ സംസാരിച്ചപ്പോൾ പമ്പ് ഉടമകൾ പറഞ്ഞത് ഈ എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള വള്ളങ്ങളാണ്, അതിൽ നിന്ന് എഞ്ചിൻ ഇളക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിച്ച് നൽകാമെന്നുള്ളതാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങളുമായി അവിടേക്ക് എത്തിയത്. എന്തായാലും ഈ 2 പമ്പുകളിലും വലിയ രീതിയിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നു. ഒപ്പം തന്നെ ജീവനക്കാരുമായി തട്ടിക്കയറുകയും ചെയ്തു. പിന്നീട് ജനപ്രതിനിധികൾ ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ID കാർഡ് കാണിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കുപ്പിയിൽ തന്നെ പെട്രോൾ നൽകും. ഇനി ID കാർഡ് ഇല്ലാത്ത മത്സ്യത്തൊഴിലാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിക്ലറേഷൻ, അതായത് മത്സ്യബന്ധനത്തിന് വേണ്ടിയാണ് ഈ പെട്രോൾ വാങ്ങുന്നതെന്ന് കാണിച്ച് ഡിക്ലറേഷൻ നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും പെട്രോൾ ലഭിക്കും. ശരി, SS ശരനാണ് വിവരങ്ങൾ നൽകിയത്.